ഹായ് ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളത് ഈ ഒരു കറിയുമായിട്ടാണ് കേട്ടോ. കടുക്ക വെച്ചിട്ടുള്ള ഒരു കറിയാണ്. കടുക്കയും വാഴയ്ക്കുമാണ്. കടുക്കയിൽ ഞാൻ വാഴയ്ക്കാണ് കേട്ടോ ചേർക്കുന്നത്. അപ്പോൾ ഈ കറി ഒന്ന് നിങ്ങളെ പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ഇതിൽ കടുക്കയും വാഴയ്ക്കൊക്കെ ഒന്ന് ആദ്യം വേവിച്ച് വെച്ചതാണ്. വേവിക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല. കടുക്കയ്ക്ക് വേവുള്ളതുകൊണ്ട് ഒരുമിച്ച് വേവിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. ഞാൻ ആദ്യം ഒന്ന് വേവിച്ച് വെച്ചതാണ് കേട്ടോ. ഇനി നമുക്കിതിലോട്ട് വാഴക്ക വേണം. വാഴയ്ക്കും ഞാനൊന്ന് വേവിച്ചെടുത്തതാണ്. ചെറുതാക്കി കട്ട് ചെയ്തിട്ട് ഒന്ന് വേവിച്ചെടുത്തിട്ടുള്ളതാണ്. വാഴക്ക ഇതേപോലെയാണ് കേട്ടോ കട്ട് ചെയ്തിട്ടുള്ളത്. ഇതേപോലെയാണ് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഒന്ന് വേവിച്ച് വെച്ചതാണ്. നമുക്കിതെല്ലാം കൂടെ ഒന്ന് ചട്ടിയിലിട്ടിട്ട് നോക്കാം. ഇതാ ചട്ടിയിലേക്ക് തക്കാളി മുറിച്ചിട്ടിട്ടുണ്ട്, പച്ചമുളക് ഇട്ടിട്ടുണ്ട്, മല്ലി, മുളക്, മഞ്ഞൾ, ഉപ്പ് എല്ലാം ഇട്ടിട്ടുണ്ട്. അതിലേക്ക് കടുക്കയും ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചതാണ്. ഇനി നമുക്കിത് അടുപ്പത്തോട്ട് വെച്ച് കൊടുക്കാം. ഒന്നിടുന്നത് ഞാൻ കാണിച്ചിട്ടില്ല, അതുകൊണ്ടാണ് എടുത്ത് പറഞ്ഞത്. മസാലപ്പൊടി ഇട്ടിട്ടുണ്ട്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ് എല്ലാം ഇട്ടിട്ടുണ്ട് കേട്ടോ. മസാലയാണ് കാര്യമായിട്ട് വേണ്ടത്. ഞാനിത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അടുപ്പിൽ വെച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അതായത് ഇതേപോലെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. നമുക്കൊന്ന് മൂടി വെച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോഴത്തേക്ക് നമുക്ക് ഇതിലേക്കുള്ള തേങ്ങ റെഡിയാക്കാം. ഞാനിതാ തേങ്ങയൊക്കെ ചിരവി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ കറിയൊക്കെ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് കേട്ടോ. നന്നായിട്ട് തിളച്ചും കൂടെ തിളച്ചോട്ടെ. അപ്പോഴേക്ക് നമുക്കിതൊന്ന് തേങ്ങ ഒന്ന് അരച്ചെടുക്കാം. ഞാനിതാ തേങ്ങയൊക്കെ അരച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ ഇത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. തേങ്ങ നമുക്കിതിലോട്ട് കലക്കി കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതൊന്ന് തിളച്ച് വരട്ടെ. അപ്പോഴേക്കും നമുക്കിതിലേക്കുള്ള വറവ് റെഡിയാക്കാം. ഞാൻ ഉള്ളിയിലാണ് കേട്ടോ വറവിടുന്നത്. നന്നായിട്ട് തിളച്ച് വരട്ടെ. അതിൽ കറിവേപ്പില ഇട്ട് കൊടുക്കാം. നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. ഇനി നമുക്കിതിലോട്ട് വറവിട്ട് കൊടുക്കാം. നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. നല്ലോണം തിളച്ചോട്ടെ. നമുക്ക് വറവാണ് റെഡിയാക്കി എടുക്കാനുള്ളത്. തിളയ്ക്കുന്നതൊന്ന് കാണിച്ചു എന്നേ ഉള്ളൂ. ഇനി നമുക്ക് ഉള്ളി എടുക്കാം. ചെറിയ ഉള്ളി ഒന്ന് അരിഞ്ഞെടുക്കാം. ഞാനൊരു ചീനച്ചട്ടിയിൽ എണ്ണ ചൂടാൻ വെച്ചിട്ടുണ്ട്. അതിലോട്ട് ഉള്ളി ഇട്ട് കൊടുക്കാം. ഉള്ളി ഒന്ന് ബ്രൗൺ കളറായി വരട്ടെ. ഉള്ളി നന്നായിട്ട് ബ്രൗൺ ആവുന്നുണ്ട്. നമുക്കിത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ കറിയൊക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബായ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കും വേണേ.